NDA നേതൃയോഗം തുടങ്ങി. അതിനുശേഷം യോഗശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുറത്തേക്ക് അല്പനിമിഷങ്ങൾക്കകം തന്നെ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രജിത്ത് മോഹനൻ ചേരുന്നു തത്സമയ വിവരങ്ങൾ നൽകുന്നതിനായി. പ്രജിത്ത്, പറയൂ, എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചാ വിഷയമായത്? അതോടൊപ്പം തന്നെ നമുക്കറിയാം NDA നേതൃയോഗം എന്തെല്ലാം സുപ്രധാനമായ തീരുമാനങ്ങളാണ് എടുത്തത്. അമിത്ഷാ പുറത്തു വരുന്നതോടുകൂടി ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രതികരണം പ്രതീക്ഷിക്കാമോ? എന്തെല്ലാമാണ് മറ്റ് വിശദാംശങ്ങൾ? നിലവിൽ രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനം, പിന്നീട് BJPയുടെ ജനപ്രതിനിധി സഭ, അതിനുശേഷം ഒരു സ്വകാര്യ പരിപാടി, പിന്നീട് BJPയുടെ സുപ്രധാനമായ 2 യോഗങ്ങൾ, ഒന്ന് BJP കോർ കമ്മിറ്റി യോഗം, അതിനുശേഷം NDA നേതൃയോഗം എന്നിവയ്ക്ക് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ഇതാ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിനൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, തിരുവനന്തപുരം മേയർ VV രാജേഷ്, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ അനൂപ് ആന്റണി, ഒപ്പം അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. അദ്ദേഹം ഇപ്പോൾ തന്നെ കാണാൻ വന്നിരിക്കുന്ന ആളുകളെയൊക്കെ കൈവീശി കാണിക്കുകയാണ്. അതിനുശേഷം എയർപോർട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നു. തിരുവനന്തപുരത്ത് നിന്ന് നിർണായകമായ പല ചർച്ചകൾക്ക് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മടങ്ങുകയാണ്. വളരെ സജീവമായ രാഷ്ട്രീയ ചർച്ചകൾക്കും മുന്നണി ചർച്ചകൾക്കും ഒക്കെ ശേഷമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിൽ നിന്ന് മടങ്ങുന്നത്. അല്പസമയത്തിനകം എയർപോർട്ടിലേക്ക് എത്തും. എയർപോർട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം VSFൻ്റെ വിമാനത്തിലാണ് അദ്ദേഹം മടങ്ങുന്നത്. അങ്ങനെ വലിയ സജീവമായൊരു രാഷ്ട്രീയ ചർച്ചകൾക്കുമൊക്കെ ഒടുവിലാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് മടങ്ങുന്നത് എന്നുള്ളതാണ്. BJP നേതാക്കൾ അദ്ദേഹത്തെ വിമാനത്താവളത്തിലേക്കും അനുഗമിക്കുന്നുണ്ട്. നിരവധി ചർച്ചകൾക്കും ശേഷമാണ്, പ്രത്യേകിച്ച് NDAയുടെ നേതൃയോഗം ഉണ്ടായിരുന്നു, BJPയുടെ കോർ കമ്മിറ്റി യോഗമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യോഗങ്ങളിലൊക്കെ വരുന്ന ഒരു വർഷത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് സജീവമായ ചർച്ചകളിലേക്കുമൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ അതിന് വേണ്ട നിർദ്ദേശങ്ങളുമൊക്കെ നൽകിയിട്ടാണ് അദ്ദേഹം 2026 തിരഞ്ഞെടുപ്പിന് വേണ്ട നിർണായകമായ നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ നൽകിക്കൊണ്ടാണ് അതിനുശേഷമാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് മടങ്ങുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും തന്നെ ഈ കോർ കമ്മിറ്റി യോഗത്തിനും NDA നേതൃയോഗത്തിനും ശേഷം ഇവിടെ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. K. സുരേന്ദ്രൻ, V. മുരളീധരൻ, അതോടൊപ്പം പ്രധാനപ്പെട്ട മറ്റ് നേതാക്കളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അതോടൊപ്പം സുരേന്ദ്രേട്ടാ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിർണായകമായ കോർ കമ്മിറ്റി യോഗമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അമിത്ഷാജിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെ സജീവമായി? തീർച്ചയായിട്ടും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളുടെ പ്രാഥമികമായിട്ടുള്ള ചർച്ചകളാണ് ഇന്ന് നടന്നത്. വരും ദിവസങ്ങളിൽ വീണ്ടും BJPയുടെയും NDAയുടെയും നേതാക്കന്മാരുടെ യോഗങ്ങളുണ്ടാവും. അമിത്ഷാജി വീണ്ടും അടുത്ത ഫെബ്രുവരിയിൽ കേരളത്തിൽ വരാൻ സമ്മതിച്ചിട്ടുണ്ട്. മറ്റ് പ്രോസസ്സിലേക്കെല്ലാം, സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് വൈകാതെ തന്നെ NDAക്ക് കടക്കാൻ കഴിയും. LDFനും UDFനും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു മുന്നണിയായി NDA കേരളത്തിൽ മാറ്റാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും അദ്ദേഹം നൽകുകയുണ്ടായി. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് എല്ലാവരും ഈ യോഗം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നത്. മോദിജി അത് കഴിഞ്ഞ് ഒരു തവണ കൂടി അമിത്ഷാ കേരളത്തിൽ, പ്രധാനമന്ത്രിയുടെയും അമിത്ഷാജിയുടെയും എല്ലാം സന്ദർശനങ്ങൾ തുടർച്ചയായി ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ ഏതാണ്ട് തീയതി തീരുമാനമായിട്ടുണ്ട്. അമിത്ഷാജിയുടെ മറ്റുള്ള നേതാക്കളുടെയും കാര്യങ്ങൾ പിന്നീട് രാജീവ് ചന്ദ്രശേഖർജി വിശദീകരിക്കും. രോഹിണി, അദ്ദേഹം കൃത്യമായി പറയുകയാണ്, അതായത് അമിത്ഷാജി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ BJP നേതാവ് V. മുരളീധരൻ നമ്മളുണ്ട്. മുരളീധരൻ, അമിത്ഷാജിന് വീണ്ടും വരുമെന്ന് പറയുന്നു. അടുത്തതായി പ്രധാനമന്ത്രിയും വരുന്നു. അപ്പോൾ ദേശീയ നേതൃത്വം കേരളത്തിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ മുന്നേറ്റത്തിനൊപ്പം തന്നെ വലിയ പ്രാധാന്യം നൽകുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വലിയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. അതിന് പൂർണ്ണമായിട്ടുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി നേരിടാൻ പോകുന്നത്. അപ്പോൾ രോഹിണി, നിലവിലത്തെ സാഹചര്യത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ചില പരാമർശങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും ഇവിടെയുണ്ട്. നമ്മുടെ ഒപ്പം ശോഭാ സുരേന്ദ്രൻ, BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ശോഭേച്ചി, പ്രധാനമന്ത്രി നേതൃത്വം അതിന് വലിയ രീതിയിലുള്ള പ്രാധാന്യവും നൽകും. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ വളരെ തവണയായിട്ട് പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ കാര്യകർത്താക്കൾക്കും ആത്മവിശ്വാസം നൽകാൻ വേണ്ടി
അതോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തോട് ഇതൊരു നൈരന്തര്യമായിട്ടുള്ള പ്രക്രിയയാണ്. ശ്രീമാൻ ഒ രാജഗോപാൽജി മുതലുള്ളവർ ഇന്ന് സ്റ്റേജിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരുൾപ്പെടെയുള്ള നമ്മുടെ കഴിഞ്ഞകാല പ്രവർത്തകന്മാർ മുഴുവൻ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് നമുക്കൊന്നുമില്ലാത്ത കാലം മുതൽ തുടങ്ങി ഇന്ന് നമുക്ക് തീർച്ചയായിട്ടും അനന്തപുരിയുടെ വാതിൽ തുറക്കാൻ സാധിച്ചുവെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ വാതിൽ തുറന്ന് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിനെ ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടാക്കാൻ അതിന് ജനങ്ങൾ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ നേതൃത്വത്തെ സ്വീകരിക്കും എന്നുള്ളതാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വരവിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ വീണ്ടുമുള്ള ആത്മവിശ്വാസം. നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ BJPയുടെ എല്ലാ നേതാക്കളും വളരെ സജീവമായ ആത്മവിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ആത്മവിശ്വാസ പ്രകടനമുണ്ട്. അപ്പോൾ അമിത്ഷാജി അടക്കമുള്ളവരുടെ സന്ദർശനം നൽകുന്നതും അതേ ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് അമിത്ഷാജി ഇന്ന് കേരളത്തിലെത്തിയെങ്കിൽ അടുത്ത ഫെബ്രുവരിയിലും അമിത്ഷാജി വീണ്ടും കേരളത്തിലേക്ക് എത്തുമെന്ന് അദ്ദേഹം BJP നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അത് എന്നായിരിക്കും അതിൻ്റെ ഡേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി തന്നെ പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വളരെ സജീവമായി ദേശീയ നേതൃത്വം കേരളത്തെ കാണുന്നു. അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ദേശീയ നേതൃത്വം. സ്വാഭാവികമായും അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ പ്രധാനപ്പെട്ട കേന്ദ്ര നേതാക്കളൊക്കെ, അത് പ്രധാനമന്ത്രിയും അമിത്ഷായും അടക്കമുള്ളവർ ഒപ്പം മറ്റു നേതാക്കളും കേരളത്തിലേക്ക് വളരെ സജീവമായി എത്തുമെന്നുള്ള സന്ദേശവും നൽകുന്നു. എന്തായാലും കോർ കമ്മിറ്റി യോഗവും NDA നേതൃയോഗവും അവസാനിച്ചിരിക്കുന്നു. വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ദിവസങ്ങളിലേക്ക് BJP കടക്കുകയാണ്. അതിൻ്റെ ആദ്യ യോഗമെന്ന് ഈ വർഷത്തെ ആദ്യ ഒരു സമ്പൂർണ്ണമായ യോഗമെന്ന് നമുക്ക് വിലയിരുത്താവുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞത്. ശരി പ്രജിത്ത്, BJP കോർ കമ്മിറ്റി യോഗവും NDA നേതൃയോഗവും അവസാനിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്ത് നിന്ന് തിരിച്ചിരിക്കുകയാണ്. ഏറെ നിർണായകമായ യോഗങ്ങളായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട ചർച്ചാ വിഷയങ്ങളായിരുന്നു പ്രധാനമായും നടന്നത്.